അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇന്ന് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അതും വന്ദേ ഭാരതിലാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത്രയും കാലമായിട്ട് വന്ദേ ഭാരത് വന്നിട്ട് ഇതുവരെ കയറിയിട്ടില്ല. ട്രെയിനിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇന്ന് കൊച്ചിയിലൊരു മീറ്റിംഗ് ഉണ്ട്, അതിനു വേണ്ടി പോവാണ്. അപ്പോൾ വണ്ടി എടുത്തില്ല, ട്രെയിനിൽ പോവാന്ന് വിചാരിച്ചു. ഇത് പുറത്ത് എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഉള്ളിലേക്ക് യാതൊരു ശല്യമില്ല, പക്ഷെ പെട്ടെന്ന് എത്തും എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നോമ്പാണെന്നുള്ളത് എല്ലാവരും മറന്നു തോന്നുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല, ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പാണ് പറഞ്ഞ് തിരിച്ചയച്ചു കേട്ടോ. പെട്ടെന്ന് തന്നെ ബോറടിക്കാതെ തന്നെ ഷർണൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അധികം സ്റ്റോപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം 2.5 മണിക്കൂർ കൊണ്ട് തന്നെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു 9:35 ആ ടൈമിലൊക്കെയാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയത്. 12 മണി ആയപ്പോൾ തന്നെ കൊച്ചിയിൽ എത്തും ചെയ്തു കേട്ടോ. അവിടുന്ന് ഇറങ്ങി നേരെ പോയത് മെട്രോയിലേക്കാണ്. മെട്രോന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് നേരെ ക്ലയൻസിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്യാനുണ്ട്. അതൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് കേട്ടോ മീറ്റിങ്ങിന് പോകാൻ പറ്റുക. അതുകൊണ്ട് ആദ്യം തന്നെ അത് വാങ്ങിക്കാനാണ് പോയത്. അതൊക്കെ കളക്ട് ചെയ്ത് നേരെ വീണ്ടും മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് മെട്രോ കയറി. വണ്ടി ഇല്ലാതെ വന്നോണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ മെട്രോ തന്നെയാണ് കേട്ടോ. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കിന് കുറേ ടൈം ആയിട്ടോ. അതുകൊണ്ട് തന്നെ ലുലു കയറിങ്ങാണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാന്ന് വിചാരിച്ചു, നോമ്പ് തുറക്കാനുള്ളത്. ഇന്നിവിടെ കൊച്ചിയിൽ സ്റ്റേ ആയതുകൊണ്ട് ഫുഡിനുള്ള എല്ലാ ഐറ്റംസും എടുക്കാന്ന് വിചാരിച്ചു. നേരെ ഹൈപ്പർ മാർക്കറ്റിൽ ഫുഡ് കോർട്ട് പോയിട്ടുണ്ടായിരുന്നു. സാലഡ്സും കാര്യങ്ങളൊക്കെ നോക്കി. അതേപോലെ തന്നെ ഇഫ്താറിൻ്റെ കൗണ്ടർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. കുറേ ജ്യൂസ് ഐറ്റംസും സ്നാക്സ് ഐറ്റംസും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് 1-2 സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ. പിന്നെ 2 ടൈപ്പ് കറിയും ഗ്രേവിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തലശ്ശേരി ബിരിയാണി എടുത്തു കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്കാണ് കേട്ടോ നേരെ പോയത്. ഒന്ന് ഫ്രഷായി ഉറങ്ങി നീച്ചപ്പത്തിന് തന്നെ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച രാഹത്തായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.